ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോങ് വീഡിയോസ് ഇപ്പം ഞാൻ ഇടുന്നത് കുറവാണ്, എല്ലാം ഷോർട്ടാക്കിയാണ് ഇടുന്നത്. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ സ്വയം കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഭയങ്കരമാണ്. മറ്റുള്ളവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ലൈഫിലേക്കൊരു നല്ലത് ചെയ്തില്ല എന്നുള്ളത് എന്നെ പഠിപ്പിച്ച കുറേ മൊമെൻറ്റ്സ് ഉണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ. അപ്പോൾ അത് എനിക്ക് നല്ല കറക്റ്റായിട്ട് പറയാൻ പറ്റും എന്താണെന്നുള്ളത്. മറ്റുള്ളവർ നമ്മുടെ ലൈഫിൽ പറഞ്ഞു തരുന്നതൊന്നും നമുക്ക് നമ്മുടെ ലൈഫിൽ ശരിയായിരിക്കണം എന്നൊന്നുമില്ല. അത് അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള തീരുമാനങ്ങളും ഇഷ്ടങ്ങളുമാണ് അവരെപ്പോഴും പറയുക. അല്ലാതെ നമുക്ക് അത് ഓക്കെ ആണോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ടോ ഒന്നും ആയിരിക്കത്തില്ല അവർ നമ്മളോട് സംസാരിക്കുന്നതും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുന്നത് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, എല്ലാവരും അങ്ങനെ ആയിരിക്കാമെന്നില്ല, പക്ഷേ ഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് മുന്നേ കുറേ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നമ്മുടെ ഫാമിലിയിലൊരു മരണം നടന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി തിരിച്ച് വന്നപ്പോൾ ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് തിരിച്ച് വന്നപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മക്കളുമാണുള്ളത്. അപ്പോൾ ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പം ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് 2-3 ആഴ്ചയൊക്കെ പോയി അഡ്മിറ്റായിട്ട് കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അഡ്മിറ്റായി കിടക്കുന്നതും കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതും എല്ലാം. വന്നു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് നല്ല ശ്വാസം മുട്ടൽ, ജലദോഷം, പനി ഇതൊക്കെയായി. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ അഡ്മിറ്റാക്കി. പിന്നെ ഈ അഡ്മിറ്റ് ആകൽ ഡിസ്ചാർജ് ആകൽ ഇത് തന്നെയായിരുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതങ്ങ് മാറുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഫുള്ള് ഇങ്ങനെ അസുഖങ്ങൾ മറിഞ്ഞൊക്കെ വരും. സ്കൂളിൽ മൂത്ത മോനെ അവൻ തീരെ ചെറുതാണ്, രണ്ടാമത്തെ ആൾക്ക് 3 വയസ്സ്. അവനെ സ്കൂളിൽ ആക്കിയിട്ടൊന്നുമില്ല, തീരെ ചെറുതല്ലേ. അവന് 3 വയസ്സ് ആയിട്ടില്ല, 3 വയസ്സാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് 3 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് 40th ആകുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് അഡ്മിറ്റായിരുന്നു. കറക്റ്റ് ആ ഒരു ഡിസ്ചാർജ് ഡേയിലാണ് ഈ ഒരു 40th, നെക്സ്റ്റ് ഡേ ആണ് 40th വരുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസമേ പോകണം. അപ്പം ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് പോകണം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ അന്നാണ് ഡിസ്ചാർജ് ആവുന്നത്. അപ്പോൾ ഈ ഡിസ്ചാർജ് ആകുന്ന കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ചാർജ് ഡേയിലോ ഹോസ്പിറ്റൽ ഡേയ്സിലോ എല്ലാം ഞാൻ തന്നെയാണ് എൻ്റെ മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ടയേർഡാണ്. കുഞ്ഞിന് അത്രയും ദിവസവും കുറേ ആൻറ്റിബയോട്ടിക്സും അതും ഇതൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണം അവന് നന്നായിട്ടുണ്ട്. ഒരു ലോങ് ജേണിക്കാണ് ഒട്ടും ഓക്കെ അല്ല. അതിലുപരി ഞാനും ഓക്കെ അല്ല, കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുന്ന ദിവസം ഭയങ്കര തിരക്കുള്ള ദിവസമല്ലേ. ബിൽ പേയ്മെൻറ്റിങ്ങും മരുന്ന് വാങ്ങിക്കാൻ അത് ടെസ്റ്റ് കാര്യങ്ങൾ 100 കൂട്ടത്തിന് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ തന്നെ എല്ലാത്തിനും പോകണം. അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആ ഒരു മെസ്സി ലുക്കാണ്. നമ്മൾ കുറേ ദിവസം മുന്നേ പോയതാണ് കേട്ടോ. അപ്പം വീട് അത്യാവശ്യം അലങ്കോലമൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ കുഞ്ഞുമക്കൾക്ക് വയ്യാതെ കിടക്കും. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്കാവുമ്പം നമുക്ക് എത്രത്തോളം അത് ഒതുക്കിയിടാൻ പറ്റും എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ആർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഈ യാത്ര പോകാനുള്ള ആൾക്കാരൊക്കെ വന്നു കേട്ടോ. കുറച്ച് ആൾക്കാർ വന്നിട്ട് അപ്പോൾ എൻ്റെ മോൻ ഭയങ്കര കരച്ചിൽ. ഈ ഇത്രയും ആൾക്കാർ കൂടി ഇരുന്നിട്ടും ഒരാൾ പോലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കൈമാറി എടുക്കാനോ, എല്ലാവരും വേഗം റെഡിയാവുമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രഷർ ചെയ്യുന്നതല്ലാതെ ഒരാൾ പോലും എന്തിനെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതൊന്നുമില്ല. പിന്നെ വന്നിട്ട് കുറച്ച് കമൻറ്റുകൾ, ഇതെന്താ വീടൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ അത്രയും ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, വന്ന് കയറിയെന്നോ ഉള്ള ഒരു കൺസേണും ഇല്ലാതെ ആൾക്കാരിങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഇതൊന്നും ഇല്ല കേട്ടോ. വന്നിട്ട് ഇതാത്ത അങ്ങനെ നിരന്ന് കിടക്കുന്നു, ഇതിങ്ങനെ കിടക്കുന്നു. എനിക്ക് ആകെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പം നമ്മൾ വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ആരും ഇല്ലായിരുന്നു, ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് റെഡി ആയേനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. 100 കൂട്ടം ചിന്തകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, അത്രയും കരഞ്ഞിട്ട് ഒരാൾ പോലും ഒന്ന് എടുക്കാൻ ഞാൻ വല്ലാത്ത പ്രഷറിൽ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ പോകണ്ട, നീ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നല്ലേ, കുഞ്ഞിനും ലോങ് ജേണി പറ്റുന്ന ഇതായിരിക്കില്ല, വരുന്നില്ല എന്ന് പറഞ്ഞേക്കുക, കാര്യം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഹസ്ബൻഡ് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇല്ലാത്ത പക്ഷം നമ്മൾ ബാക്കിയുള്ളവരുടെയൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ട്, അതാണ് പ്രവാസികളുടെ ഭാര്യമാരുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനം ഉണ്ടെങ്കിൽ പറയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് പറയണമെന്നുണ്ട്. അങ്ങനെയായി ഒരുവിധം എങ്ങനെയൊക്കെയോ റെഡിയായി. 2 കുഞ്ഞു മക്കളാണ്, അവരുടെ സാധനങ്ങളൊക്കെ എന്തൊക്കെയോ എടുത്ത് പാക്ക് ചെയ്തു. ഒട്ടും ഞാൻ ഓക്കെ അല്ല. ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണവും ഇതൊക്കെയുള്ള എൻ്റെ മക്കളെ ആയിട്ട് പോകാൻ റെഡിയായി എന്തൊക്കെയോ എടുത്ത് പാക്ക് ചെയ്തു. ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. വീട്ടിൽ വന്നിട്ട് കുറുക്കെന്തോ കുഞ്ഞിന് കൊടുത്തു, അവനത് കഴിക്കുന്നില്ല. അങ്ങനെ ഇതായി. ഡോക്ടർ നന്നായിട്ട് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്.
ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഒരു തീരുമാനം പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ബാഗൊക്കെ എടുത്ത് ഇറങ്ങി. ഞാൻ വീട് കൂട്ടുകയാണ്. ഈ ഇത്രയും ആൾക്കാരുടെ കൂടെ കുഞ്ഞ് മക്കൾ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞത്തേനും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കരച്ചിൽ കേൾക്കുക. ഞാൻ പോയി നോക്കുമ്പോഴത്തേനും എനിക്ക് ആകെ ഒട്ടും എൻ്റെ മനസ്സൊട്ടും ഓക്കെ അല്ല. മനസ്സിൽ പറയുന്നത് മുഴുവൻ പോകണ്ട, ശരിയാവില്ല, ഫുൾ അങ്ങനെ ഒരു കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലൂടെ മൊത്തം പോകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ഹസ്ബൻഡ് വിളിക്കും, അതുകൊണ്ടാണ് കേട്ടോ സൈലൻ്റ് ആക്കി വെച്ചിരിക്കുക ഫോണ്. അപ്പോൾ അപ്പോൾ ഞാൻ ഒട്ടും ഓക്കെ അല്ല, മെൻ്റലി ഒന്നും ഒട്ടും ഓക്കെ അല്ല. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ അത് കറക്റ്റായിരിക്കും, കാരണം അതാണ് എൻ്റെ തീരുമാനം. പക്ഷെ മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ വേഗം പോയി നോക്കിയപ്പം കൊച്ച് വീണു, കമന്നിങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ പൊക്കി എടുത്തപ്പോഴത്തേനും നോക്കുമ്പം എനിക്കങ്ങ് തല കറങ്ങാൻ തുടങ്ങി. മുഖത്ത് മുഴുവൻ ഇങ്ങനെ ബ്ലഡ്. അയ്യോ, ഞാനങ്ങ് അലറി വിളിച്ച് കരയാൻ തുടങ്ങി. അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടി കേട്ടോ. കുഞ്ഞിൻ്റെ ഇവിടെ വീണപ്പം കല്ലിൽ നെറ്റി ചെന്ന് ഇടിച്ചിട്ട് ഇത്രയും ഭാഗം ഇങ്ങനെ പൊളന്നു പോയി, പൊട്ടി. എന്നിട്ട് ഭയങ്കരമായിട്ട് ബ്ലഡ്. എനിക്ക് എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സംഭവിച്ചു പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും അത് ഓർക്കുമ്പം എനിക്ക് എൻ്റെ ചങ്ക് പൊട്ടുന്നൊരവസ്ഥയാണ് എനിക്കത്. അപ്പം ഞാൻ എന്നെ തന്നെയാണ് എപ്പോഴും പഴിക്കുന്നത്. ഞാൻ വരുന്നില്ല, എന്നെ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ വരുന്നില്ല എന്നൊട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഈ ആൾക്കാരെല്ലാം കൂടി വന്ന് പ്രഷർ ചെയ്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യം, എനിക്ക് വേണ്ട എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. അത്രയും എനിക്ക് ചിലപ്പോൾ അവരോടുള്ള പേടിയായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. അതുതന്നെയാണ്, അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നോ പറയാൻ അറിയില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. കുഞ്ഞിനെ അപ്പം തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാഷ്വാലിറ്റി കൊണ്ടുപോയി, എമർജൻസി കൊണ്ടുപോയപ്പം വേഗം തന്നെ സ്റ്റിച്ചിടണമെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല. അങ്ങനെ തന്നെ മിനി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സ്റ്റിച്ചിടണമെന്ന് പറഞ്ഞു. കുഞ്ഞിനെ കയ്യിലും കാലിലും ഒക്കെ പിടിച്ചിട്ട് എന്നെ പുറത്താക്കി. ഞാൻ പുറത്ത് നിൽക്കാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കരച്ചിൽ. അവസാനം എന്നെ പുറത്ത് നിർത്തിയിട്ട് സ്റ്റിച്ചിട്ടു. അപ്പോൾ ഞാനും ഭയങ്കര കരച്ചിൽ, എൻ്റെ മൂത്ത മോനും ഭയങ്കര കരച്ചിൽ. കൂടെ നിന്ന് എല്ലാവർക്കും വിഷമങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അപ്പോൾ എന്നെ ഹസ്ബൻഡ് വിളിച്ചു. എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? നീ ആരെയും പേടിക്കുന്നത്? അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടൈമിൽ ഞാൻ വരുന്നില്ല, എനിക്ക് പറ്റില്ല, എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല, കുഞ്ഞിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല. അപ്പോൾ യാത്ര ചെയ്യാനുള്ള ഒരു ഇതില്ല. വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം തന്നെയാണ് ഇത്രയും ലോങ് ജേണിക്ക് റെഡി ആവാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോവാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞാനൊരു ആ ഒരു കാര്യം ചെയ്ത് ഇതിലൊക്കെ ഉപരി സ്റ്റിച്ച് വിട്ട് നമ്മളെ കാഷ്വാലിറ്റി കൊണ്ട് കിടത്തി. ഈ പറഞ്ഞ ആൾക്കാർ, ഇത്രയും നേരം കൂടെ നിന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരവരുടെ കാര്യം അന്വേഷിച്ചാൽ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരാൾ പോലും അവിടെ നിന്നില്ല. എൻ്റെ ബ്രദർ വന്ന് നിന്നു കേട്ടോ. അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ഞാനും ബ്രദറും എൻ്റെ മോനും. ഞാൻ കരഞ്ഞ് ഞാൻ ഈ എൻ്റെ വീഴ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിൽക്കില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ഈ പറഞ്ഞ അത്രയും നേരവും തിരക്ക് കൂട്ടി വേഗം റെഡിയാവുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പ്രഷർ കയറ്റിയ, എന്നോട് ദേഷ്യപ്പെട്ട, അല്ലെങ്കിൽ എന്നെ ഇതെന്താ അവൾ അങ്ങനെ ഇങ്ങനെ കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്നിനും ആ കൂട്ടം കൂടി നിന്നതിൽ ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരുടെ കാര്യം നോക്കി അങ്ങ് പോയി. പിന്നെ പറയുമ്പം അയ്യോ വീണു, മുറിഞ്ഞു, ഹോസ്പിറ്റലാണ്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരു പ്രവൃത്തി എന്ന് വരുമ്പം ഒരു ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടാണ് ഞാൻ പഠിച്ചതെന്നുള്ളത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അങ്ങനെയാണ് സത്യം. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ടും ഒന്നും ഈ പറയുന്ന ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 ആഴ്ചയോളം ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. മരവിപ്പ് മാറുമ്പോൾ എല്ലാം കുഞ്ഞ് ഭയങ്കര കരച്ചിൽ. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉറക്കം വളച്ചിരുന്ന് നോക്കി അവനെ റെഡിയാക്കി എടുത്തു. അതായത് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വന്നു, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകേണ്ടി വന്നു. പിന്നെയും കുറേ ഹോസ്പിറ്റൽ ഡേയ്സൊക്കെ സമ്മാനിച്ചിട്ട് ഈ പറഞ്ഞ നമുക്ക് ടെൻഷനും കാര്യങ്ങളും തന്ന അവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാമെന്ന് നിർബന്ധിച്ച ആൾക്കാരൊക്കെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അങ്ങ് പോയി. പിന്നെ ഈ പറയുന്ന ഒരാളെയും ഒരു ഹോസ്പിറ്റൽ കാര്യത്തിന് ഒന്നിനും ആരെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ പല ആളുകളും ഇങ്ങനെയാണ്. അവരുടെ തീരുമാനത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ വരും, പ്രഷർ തരും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെയാണ് അതിൻ്റെ ബാക്കി കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ തീരുമാനിച്ചു, ഇനി ഉള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും.
എനിക്കും നമുക്ക് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഓക്കെ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ലൈഫിൽ ചെയ്യൂ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ടും എനിക്ക് നോ പറയാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്നല്ല, പലരും നമ്മളങ്ങ് പേടിപ്പിച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കും. ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മൾ അതിൽ നിന്ന് പഠിക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് എന്താണോ ഇഷ്ടമെന്ന് പറയുമ്പോൾ നമ്മളെ തോന്നിവാസം പോലെയുള്ളതല്ല. നമ്മുടെ ലൈഫിന് നമുക്ക് ഓക്കെ ആയിട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയാലോ. നമ്മളെന്തിലൂടെ പോകുന്നു, നമ്മുടെ എന്ത് അവസ്ഥയാണ് എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ എന്താണ്, ഞാൻ ഇതിലൂടെ പോകുന്നുള്ളത് എനിക്കേ അറിയുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് 2 മക്കളുണ്ട്. അപ്പം വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നതും എല്ലാം. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കൊണ്ടുപോകും. അതിൽ മറ്റുള്ളവരുടെ തീരുമാനങ്ങളും പ്ലാൻസും ഒന്നും ഞാൻ നോക്കാറില്ല. ഹസ്ബൻഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ ഞാൻ അനുസരിച്ച് അത് ഓക്കെ, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലേ പറയുള്ളൂ. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ പാർട്ട്ണർക്കായിരിക്കുമല്ലോ. അപ്പോൾ ആ പാർട്ട്ണർക്കായിരിക്കുമല്ലോ എന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ എപ്പോഴും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന തീരുമാനത്തിനനുസരിച്ചിട്ടല്ല ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് ഞാനിവിടെ പറയുന്നത്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസാണ് ഞാനിത് പറഞ്ഞത്. ഇതുപോലെ വേറെ എക്സ്പീരിയൻസുകളുണ്ട്. ഇപ്പോഴും എൻ്റെ മോൻ്റെ മുഖത്ത് ആ ഒരു പാട് മായാതെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനത് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഒരു കൂർത്ത കല്ലാണ് ചെന്നിടിച്ചത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കതിൻ്റെ ഒരു വിഷമവും കുറ്റബോധമോ എനിക്കറിയില്ല എന്തൊക്കെയാണ്. ഞാനത് എത്രയോ മാസങ്ങളിൽ ഞാൻ അതിൽ നിന്ന് എനിക്കൊന്ന് ഓക്കെ ആകാൻ പോലും പറ്റാതെ ഞാൻ നിന്നിട്ടുണ്ടെന്നറിയോ. അപ്പോൾ ഇതുപോലെയാണ് ആൾക്കാർ നമ്മുടെ പുറകെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, എനിക്കൊരു കമൻസ് പോലും എനിക്കങ്ങനെ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നും നമുക്ക് ഒരു കാര്യം വരുമ്പോൾ ഇവരൊരാളും കാണില്ല കേട്ടോ, ഒരാളും കാണില്ല. പക്ഷേ ഇങ്ങനെ കുറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റങ്ങളും കുറവും പറയാൻ 100 ആൾക്കാർ കാണും. പക്ഷേ നമുക്കൊരു കാര്യം വരുമ്പോൾ ഇവരാരും കാണില്ല. അതുകൊണ്ട് ഒരാളെയും നോക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് എന്താണെന്നുള്ളത് തീരുമാനിക്കാനും ചെയ്യാനുമുള്ള പൂർണ്ണ അവകാശം അത് നമ്മളുടേത് മാത്രമാണ്. പലരും മറ്റുള്ളവരുടെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയുന്നത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ ലൈഫിന് ഗുണം ചെയ്യാൻ വേണ്ടിയുള്ളതൊന്നും അല്ല പറയുന്നത്. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കിയോ. ലൈഫ് ഈസ് വെരി ഹാർഡ്. നമ്മൾ നമ്മുടെ മുന്നിലുള്ള ആൾക്കാരൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ മെൻറ്റാലിറ്റിയുള്ള ആളുകളെ അല്ല. അതുകൊണ്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് നിർത്തിക്കൊള്ളുക. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന ആൾ കൂടെ ഉണ്ടാവും എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ കാണുള്ളൂ. ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന ആളുകളൊക്കെയുള്ള ആൾക്കാരൊക്കെയുണ്ട്. പക്ഷേ അത് വളരെ കുറവാണ്. ഇപ്പോൾ എന്ത് ഇതാണെന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ നമ്മൾ ആണ് മെയിൻ. നമുക്ക് തന്നെയാണ് മെയിൻ റോള്. എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉള്ളത് നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തീരുമാനപ്രകാരമൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളതോർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ കഴിവ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.